പയ്യന്നൂരിൽ നിന്നും ഇതാ മറ്റൊരു താരോദയം. ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ കടന്നുവന്ന് ഇപ്പോൾ വെള്ളിത്തിരയിലെ സജീവ താരമായി മാറിയിരിക്കുകയാണ് പയ്യന്നൂർ തായ്നേരിയിലെ പ്രേമ വിജയൻ എന്ന വീട്ടമ്മ. അതെ, ഒരു സർപ്രൈസ്. നാട്ടുകാരനായ MKC ജയേഷിന്റെ 40th ഗേൾ എന്ന സിനിമയിലെ അമ്മ വേഷത്തിലൂടെയായിരുന്നു പ്രേമലതയുടെ വെള്ളിത്തിരയിലേക്കുള്ള കടന്നുവരവ്. ആ പ്രസീതേരെ കോയിണ്ടല്ല നമ്മളെ കൂട്ടിലാ വന്ന് കിടക്കല് രാത്രി. നിങ്ങ അറിയാം, നമ്മളെ കോയികളെ നടക്കല് ഗോതമ്പും അരിയും അല്ല ഒപ്പന തിന്നല് കൂട്ടുകിടക്കല്. എന്നിട്ടോ ആദ്യ വേഷം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തതോടെ അന്തൃതിമാൻ, എന്നാ താൻ കേസുകൊട്, അവിഹിതം, രേഖ, നദികളിൽ സുന്ദരി യമുന, പ്രണയവിലാസം, കാസർഗോൾഡ്, ഒരു സർക്കാർ ഉൽപ്പന്നം, അൻപോട് കൺമണി, സുരേഷന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ, കുത്തൂട് തുടങ്ങിയ നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്യാൻ പ്രേമലതക്ക് അവസരങ്ങൾ ലഭിച്ചു. നിങ്ങളല്ലേ പറഞ്ഞ സിനിമക്ക് പോവാന്ന്, എന്നിട്ട് എന്താ വരാത്തത്? ഇപ്പൊ എത്ര സമയമായി? എന്റെ അമ്മോ, സിനിമ അയച്ച മൊത്തം കളിക്കും. പ്രേമയുടെ കല്യാണം മറ്റന്നാളാണ്. ഇന്ന് ബ്ലൗസ് സ്റ്റിച്ച് കൊടുക്കണക്ക്. നിങ്ങൾ ഓളെ ബ്ലൗസ് പഠിച്ചിട്ട് ആടെ ഇരുന്നോ? എന്നാ ചെയ്യേണ്ടത് എനിക്കറിയാം. ശരി, ഇതെന്താ? സ്കൂൾ പഠനകാലത്ത് തന്നെ അഭിനയമോഹം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും പുറത്തു പറയാനോ അതിനുവേണ്ടി ശ്രമിക്കാനോ അക്കാലത്ത് സാധിച്ചിരുന്നില്ലെന്ന് പ്രേമ പറയുന്നു. എനിക്ക് പണ്ടേ ഇല്ലൊരു ആഗ്രഹമായിരുന്നു. വളരെ ചെറുതിലെ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റും, അഭിനയിക്കണം എന്നുള്ളൊരാഗ്രഹം. പക്ഷെ അത് പണ്ടത്തെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ 4-5 മക്കളാണ്. അപ്പം അച്ഛനും അമ്മയും ഇങ്ങനെ കൂലിപ്പണിക്ക് പോയിട്ട് ജീവിക്കുന്ന ആ ഒരു സാഹചര്യമായിരുന്നു. ആ സമയത്ത് ഞാനിത് ആരോട് പറഞ്ഞില്ല, പറയാൻ പറ്റിയൊരു സാഹചര്യമൊക്കെ ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ഈ മോഹം ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പം ഞാൻ സ്കൂളിലൊന്നും പഠിക്കുന്ന സമയത്ത് ഒരു പരിപാടിയില്ല, അതായത് ഒരു നാടകത്തിലോ മറ്റുള്ളൊരു സ്റ്റേജ് പരിപാടികളിലോ ഒന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല. അങ്ങനെ എടുക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല. പിന്നീട് ഒരു 18-19 വയസ്സാകുമ്പോൾ വിവാഹം കഴിഞ്ഞു. അവിടുന്ന് പിന്നെ കുട്ടികളായി, കുട്ടികളെയും ഭർത്താവിൻ്റെയും കാര്യങ്ങൾ നോക്കി ഇങ്ങനെ ഒരു സാധാ വീട്ടമ്മയായിട്ട് ഇങ്ങനെ ജീവിച്ചു വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ള എൻ്റെ ആഗ്രഹം വളരെ തീവ്രമായിരുന്നു. എന്ത് ചെയ്യണമെന്നോ അങ്ങനെ ചെയ്യണമെന്നോ ഒന്നും അറിയില്ല, ആരോട് ചോദിച്ചു നോക്കിയതുമില്ല. അപ്പോൾ ഈ 2021 ആയ സമയത്ത് ഞാനൊരു കാസ്റ്റിംഗ് കോള് കണ്ടു. അതിലേക്ക് ഞാൻ കോള് ചെയ്തു. അതിലൊരു അമ്മ വേഷത്തിന് വേണ്ടിയിട്ടാണ് കണ്ടത്. അപ്പോൾ ഞാൻ വിളിച്ചു, അപ്പോൾ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു പെർഫോമൻസ് ചെയ്തയക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ചെയ്തയച്ചു. അപ്പോൾ അതിൽ ഞാൻ സെലക്ഷനായി. അപ്പം ആ സിനിമ 14th ഗേൾ എന്ന സിനിമയിൽ വിരാധയായിട്ട് അഭിനയിച്ചേ. അപ്പോൾ അതിൽ ചെയ്തു. അതിൽ അമ്മേഷ ചെയ്തേ. അത് ചെയ്ത് ആ ഷൂട്ട് കഴിഞ്ഞ ദിവസം പിന്നെ വേറെ ഒരു സിനിമയുടെ ഓഡിഷൻ വന്നു. അപ്പോൾ അതിൽ പങ്കെടുത്തു, അതിൽ സെലക്ഷനായി. അപ്പോൾ അങ്ങനെ തുടരെ ഓഡീഷനിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിലെല്ലാം കിട്ടി. പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട്, മക്കളും ഭർത്താവെല്ലാം ഭയങ്കര സപ്പോർട്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഇത്രയും സിനിമകൾ ഇപ്പം ചെയ്തിട്ട് വന്നു. ചെറിയ ചെറിയ വേഷം ചെയ്ത് ഇപ്പം ഞാനൊരു 4-5 സിനിമകളിൽ ത്രൂ ഔട്ടായി ചെയ്തു. രേഖ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അതിൽ വിൻസി അലോഷ്യസിൻ്റെ അമ്മയായിട്ട് ചെയ്തു. അതിൽ വിൻസിക്ക് അവാർഡ് കിട്ടിയ സിനിമയായിരുന്നു, നല്ലൊരു സിനിമ. അപ്പോൾ അതിൽ ത്രൂ ഔട്ട് ചെയ്തു. പിന്നെ സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയകാരിയായ പ്രണയകഥ എന്ന് പറഞ്ഞ സിനിമ, അതിൽ സുധീഷേട്ടൻ്റെ ഭാര്യയായിട്ട് നായികയുടെ അമ്മയായി നല്ലൊരു വേഷം ചെയ്തു. പിന്നെ ഇപ്പം നൈറ്റ് റൈഡേഴ്സ് ഇപ്പം നല്ല വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ, അതിൽ മാത്യു തോമസിൻ്റെ അമ്മയായിട്ട് ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ ഏനുകുടി എന്ന് പറഞ്ഞ സിനിമ, അത് പ്രമോദ് വലിയനാടിൻ്റെ പേരായിട്ട് ചെയ്തു. അതിപ്പോൾ ഡബ്ബിങ്ങൊക്കെ നടക്കുന്നതേ ഉള്ളൂ. പിന്നെ അതും ഞാൻ തന്നെ എന്നുള്ള സിനിമ, അതും ഡബ്ബിങ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അതിലും നല്ല വേഷം ചെയ്തു. അങ്ങനെ ഇങ്ങനെ ചെറുത് ചെയ്ത് അങ്ങനെ ത്രൂ ഔട്ടായിട്ട് ഇപ്പോൾ ഒരു 4-5 സിനിമ ത്രൂ ഔട്ടായി ചെയ്തു വന്നു. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം. അപ്പോൾ ഇനിയും നല്ല നല്ല സിനിമകൾ കിട്ടണമെന്നും അങ്ങനെല്ലാം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പിന്നെ കുടുംബത്തിൻ്റെ സപ്പോർട്ടും കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത്. ഇനിയിപ്പോൾ 2-3 പടങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആയിട്ട് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും ആവുന്നതേ ഉള്ളൂ. എറാൻ, അത് ഞാൻ തന്നെ, ഏനുകുടി എന്നിവയാണ് പ്രേമലതയുടെ ഇനി പുറത്തു വരാനുള്ള ചിത്രങ്ങൾ.
ഇതിൽ മിക്കതിലും മോശമല്ലാത്ത കഥാപാത്രങ്ങൾക്ക് തന്നെ പ്രേമലത ജീവൻ നൽകിയിട്ടുണ്ട്. നിരവധി ആൽബങ്ങളിലും പരസ്യചിത്രങ്ങളിലും ഇതിനകം ഈ വീട്ടമ്മക്ക് ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. തായ്നേരി മുച്ചിലോട്ടിന് സമീപത്തെ പാചക കലാകാരനായ വിജയനും 2 മക്കളുമാണ് പ്രേമലതയുടെ കുടുംബം. ശക്തമായ കഥാപാത്രങ്ങൾ ഇനിയും തന്നെ തേടി വരുമെന്ന ശുഭപ്രതീക്ഷയിലാണ് താരജാടയില്ലാത്ത ഈ വീട്ടമ്മ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം. നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് 5-6 സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയയ്ക്കുക. ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയയ്ക്കുക.